എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പോഷകങ്ങളുടെ കലവറയായ സോയാബീൻ്റെ ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഈ സോയാബീൻ ഉണ്ടല്ലോ, പലർക്കും അറിയില്ല. കണ്ടല്ലോ, ഈ വെളുത്ത് പയർ പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ സോയാബീൻ. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് ഇതാണ് സോയാബീൻ എന്നുള്ളത് അല്ലേ. നമ്മൾക്ക് സാധാരണ എല്ലാ കടകളിൽ നിന്നും കിട്ടുന്ന ഒന്നാണിത്. ഇത് സോയ ചങ്ക്സ്, ഇതാണ് സോയാബീൻ. ഈ സോയ ചങ്ക്സ് നമുക്ക് പല വലുപ്പത്തിലും കിട്ടും. നമ്മൾ പല വലുപ്പത്തിലുള്ള സോയ ചങ്ക്സ് വാങ്ങിയിട്ടാണ് കറിയൊക്കെ സാധാരണ വെക്കാറുള്ളത്. ഒരുപാട് പ്രോട്ടീനും അതുപോലെ തന്നെ മാംസ്യം അടങ്ങിയിട്ടുള്ള ഒരു സസ്യാഹാരമാണ് സോയാബീൻ. മാത്രമല്ല 50% പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പയർവർഗ്ഗമാണ്. അതുകൊണ്ട് എല്ലാ പയർവർഗ്ഗങ്ങളെ പോലെ ഇതും നമുക്ക് മുളപ്പിക്കാനായിട്ട് സാധിക്കും. കണ്ടല്ലോ, ഞാൻ സോയ മുളപ്പിച്ചതാണിത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മുളപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കണ്ടല്ലോ, ഞാൻ ചെറുപയർ മുളപ്പിച്ചിരിക്കുന്നത്. ചെറുപയറൊക്കെ മുളച്ച് ഇലയൊക്കെ വിരിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് നടണം. അതുപോലെ തന്നെ ചെറുപയർ മുളപ്പിച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പല വ്യത്യസ്ത കറികൾ തയ്യാറാക്കണം, സാലഡ്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ചെറുപയർ കൊണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത വീഡിയോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അടുത്ത വീഡിയോയ്ക്കായിട്ട് ദയവായി കാത്തിരിക്കണം. നമുക്ക് ഈ സോയ ഉണ്ടല്ലോ ആവശ്യാനുസരണം എടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തണം. ഒരു 6 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർത്തെങ്കിൽ മാത്രമാണ് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ മുളപ്പിച്ചിട്ടും നമുക്ക് അരച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരിച്ച് പാലെടുക്കണം. ഈ പാല് നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഞാനത് ചായ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ ഇതുകൊണ്ട് തൈര് ഉണ്ടാക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ, കുട്ടികളുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് ഒത്തിരി നല്ലതാണ്. മാത്രമല്ല കേട്ടോ, ഇതിൽ 50% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻസ്, ഫൈബർ, ഒമേഗ 3, ഈസ്ട്രജൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നല്ല അടിപൊളി സസ്യാഹാരമാണിത്. നമ്മൾ സാധാരണ പാലിലേക്ക് മോര് ഒഴിച്ചിട്ട് മോരുണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് സോയ പാലിലേക്ക് മോര് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് മോരാക്കി ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതുമൂലമുണ്ടല്ലോ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഈസ്ട്രജൻ ഡെഫിഷ്യൻസി ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. കാരണം ഇതിൽ ഒത്തിരി ഈസ്ട്രജൻ ഹോർമോൺ അടങ്ങിയിട്ടുണ്ട്. ഈ സോയ ചങ്ക്സിനെ പറ്റിയിട്ട് നമുക്ക് അറിയാത്ത ഒരു കാര്യം എന്താണെന്നറിയോ, ഈ സോയാബീൻ സംസ്കരിച്ച് കിട്ടുന്നതാണ് ഈ സോയ ചങ്ക്സ്. ഈ സോയ ചങ്ക്സിലും ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സോയ ചങ്ക്സ് വെച്ചിട്ടുണ്ടല്ലോ സോയ ഫ്രൈ, ചില്ലി സോയ, സോയ കറി, സോയ മസാല, ഇങ്ങനെ വ്യത്യസ്തമായ പല അടിപൊളി വിഭവങ്ങളും തയ്യാറാക്കാനായിട്ട് സാധിക്കും. ബീഫ് ഫ്രൈനെ വെല്ലുന്ന രീതിയിലുള്ള സോയ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ദയവായി അതൊന്ന് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നതാണ്. സോയ ചങ്ക്സിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം മാത്രമാണ് കറികളൊക്കെ വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പോഷകങ്ങളുടെ കലവറയായതുകൊണ്ട് മാംസാഹാരത്തേക്കാൾ നല്ലൊരു സസ്യാഹാരമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സസ്യാഹാരികളുടെ മാംസഭക്ഷണമായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. ഈ മാംസാഹാരത്തിൽ പ്രോട്ടീനും ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ, ഫാറ്റ് അടങ്ങിയിട്ടില്ല. അതിനാൽ നമുക്കിത് കൊളസ്ട്രോൾ വരുന്നുള്ള പേടിയില്ല. മാത്രമല്ല കേട്ടോ, ഒമേഗ 3 ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് ഹാർട്ട് ഡിസീസ് ഇല്ലാതാക്കും. ഒമേഗ 3 ഫാറ്റ് ഉണ്ടല്ലോ സാധാരണ സസ്യാഹാരത്തിൽ കാണാറില്ല. സോയാബീനിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മലബന്ധം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരുപാട് പോഷകങ്ങളുടെ കലവറയായ സോയാബീൻ എല്ലാവരും വാങ്ങി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് മുളപ്പിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ തക്കാളി അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിട്ട് അതിൽ സ്വല്പം കുരുമുളക് പൊടിയും ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് സാലഡ് പോലെ കഴിക്കാനും നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അരിച്ച് അതിൻ്റെ പാല് ചായ ഉണ്ടാക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തൈരാക്കി കഴിക്കാം. പിന്നെ ഇത് പലതരത്തിലുള്ള ഫ്രൈ ചെയ്തിട്ടും കറികൾ ഉണ്ടാക്കിയിട്ടും കഴിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏത് രീതിയാണ് ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്കിത് തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ ചുവന്ന പയർ വിത്ത് ഒഴികെ ബാക്കി എല്ലാ വിത്തുകളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് വാങ്ങാനായിട്ട് ഇന്ന് സീഡ് ഫാമിൽ പോയിരുന്നു. പക്ഷേ ഇന്ന് അവിടെ അവധിയായിരുന്നു, അതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ആഴ്ച വാങ്ങിയിട്ട് എല്ലാവർക്കും അയച്ചു തരുന്നതാണ്. അതുവരെയ്ക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.